ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് വെള്ളം ബാത്റൂമിൽ നിന്നും വരുന്ന ആ ഒരു 2 ഇഞ്ച് പൈപ്പിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാത്റൂമിൽ നിന്നും വരുന്നത് 2 ഇഞ്ച് പൈപ്പാണ്. അതിനെ റെഡ്യൂസ് ചെയ്ത് 1.5 ഇഞ്ച് ആക്കിയിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് ലൈന് കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ഇഞ്ച് പൈപ്പിനെ ഇനി നമ്മൾ ആ ഒരു വൈയിലേക്ക് ഒട്ടിക്കാനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ലോങ് സോക്കറ്റ് അടിച്ചെങ്കിലും അത് ചരിച്ച് അതിലേക്കൂടെ കയറ്റുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമുക്കിതുപോലെ ആ ഒരു 2 ഇഞ്ച് പൈപ്പിൻ്റെ സോക്കറ്റ് അടിച്ച 2 ഇഞ്ച് പൈപ്പിൻ്റെ നടുഭാഗം നല്ല രീതിയിലൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് ആ ഒരു വൈയിലേക്ക് കണക്ട് ചെയ്ത് ഒട്ടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പല സുഹൃത്തുക്കളും ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് ചൂടാക്കിയതിന് ശേഷം 2 സൈഡിലും നമ്മൾ സോൾവെൻറ്റ് പുരട്ടിയതിന് ശേഷം ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു പൈപ്പിലേക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇളക്കാതെ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് കണക്ട് ചെയ്ത് ഒട്ടിക്കാനായിട്ട് സാധിക്കും. മണ്ണിനടിയിൽ പൊട്ടിയ ഒരു 3/4 ഇഞ്ച് വാട്ടർ ലൈൻ പൈപ്പ് ഞാൻ ഈ രീതിയിൽ ഒട്ടിക്കുന്നൊരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലരും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ പൈപ്പ് ഈ രീതിയിൽ ഒട്ടിക്കാൻ പറ്റുമോ, വലിയ പൈപ്പ് ഒന്ന് ഒട്ടിച്ച് കാണിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. 4 ഇഞ്ച് പൈപ്പ് വരെ നമ്മൾ ഈ രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പൈപ്പിന് പുറമേ പറ്റിയ ആ ഒരു കരിയും കാര്യങ്ങളൊക്കെ കോട്ടൺ വേസ്റ്റിൽ വെള്ളം നനച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും വൃത്തിയാവുന്നതായിരിക്കും.